ആരേകാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. ബസ് ആറ്റിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. സേലം സ്വദേശി ധനപാലാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് തൊഴുത ഭക്തന്മാർ തിരികെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി തമിഴ്നാട്ടിൽ നിന്നും ആര്യങ്കാവിലേക്ക് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറിയാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത്. ഏതാണ്ട് 25ഓളം ആളുകൾ അയ്യപ്പ ഭക്തന്മാർ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു. ഏതാണ്ട് 15-20ഓളം ആളുകൾക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാഹനം ഇടിച്ച് തോട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറി ഈ വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് തോട്ടിലേക്ക് തെറിപ്പിച്ചേക്കുവാണ്. അപ്പം നിരന്തരമായിട്ട് ഈ മേഖലയിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് പലതവണ ചർച്ച ചെയ്തിട്ട് പോലും ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യം. കൂടുതൽ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, പുലർച്ചെ നടന്ന ഒരു അപകടം വലിയ രീതിയിലുള്ള ഒരു ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒരു മരണമുണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്? ഈ പരിക്കേറ്റവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? സംഗീത, ഇന്ന് പുലർച്ചെ 3:45 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ശബരിമല ദർശനം കഴിഞ്ഞു വന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിന്നും ഇത് ആര്യങ്കാവ് ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ബസ് വളരെ വേഗത്തിൽ പെട്ടെന്ന് മുന്നിൽ സഞ്ചരിച്ച് സിമന്റുമായി കയറ്റി വന്ന ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ ബസ് സമീപത്തെ ആറ്റിലേക്ക് മറിയുകയായിരുന്നു. വലിയ താഴ്ചയുള്ള ഒരു ആറാണ്, അവിടേക്ക് മറിയുകയായിരുന്നു. ഇതിനുശേഷം ഈ സമീപത്തൂടെ സഞ്ചരിച്ചിരുന്ന ലോറിക്കാരും അതുപോലെ തന്നെ പ്രദേശവാസികളും ഒക്കെ തന്നെ വളരെ വേഗത്തിൽ ഈ സ്ഥലത്തേക്കെത്തി. പോലീസ് ഉൾപ്പെടെയുള്ളവർ വളരെ വേഗത്തിൽ ഈ സ്ഥലത്തേക്കെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഈ അപകടത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. സേലം സ്വദേശിയായ ധനപാലിനാണ് മരിച്ചിരിക്കുന്നത്. മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ബസ്സിൽ ഏതാണ്ട് 30 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. അതിൽ 21 പേരെ ഇപ്പോൾ പുന്നൂർ താലൂക്ക് ആശുപത്രിയിലും 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ തെന്മലയിലുള്ള ചില ആശുപത്രികളിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയൊരു അപകടം. ഈ ഭാഗത്ത് നിരന്തരമായി അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണ്. വളരെയധികം അന്തർ സംസ്ഥാന പാതയായതിനാൽ തന്നെ വളരെയധികം ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. ഇവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഈ ലോറി ഈ ബസ്സുമായി കൂട്ടിയിടിച്ച് ഈ അപകടം സംഭവിക്കുന്നതും ബസ് ഈ പറയുന്ന ആറ്റിലേക്ക് മറിയുകയും ചെയ്തത്. എന്തായാലും വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെ എല്ലാവരും തന്നെ വളരെ വേഗത്തിൽ ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. ധനപാലിന്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംഗീത. ശരി ഷമീർ, കൊല്ലം ആര്യങ്കാവിലാണ് ഇന്ന് പുലർച്ചെ 3:45 ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടമുണ്ടാകുന്നത്. അതിൽ ഒരു മരണമുണ്ടായിട്ടുമുണ്ട്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.